ഹലോ എവരി വൺ, വെൽക്കം ടു കാസ് ആൻഡ് ട്രാവൽ ബൈ ഗസാരി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുബന്ധിച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞ 48 മണിക്കൂറിൽ 600-700 ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. 27+ എയർപോർട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് കുറേ ഫ്ലൈറ്റ്സ് കമ്മിങ് ഫ്രം യൂറോപ്പ് ഓർ ദുബായ് അവർ ഇൻ ബിറ്റ്വീൻ പെട്ടെന്നുള്ള എയർ സ്പേസ് ക്ലോസർ കാരണം റീറൂട്ട് ചെയ്ത് തിരിച്ച് ഡിപ്പാർട്ട് ചെയ്ത കൺട്രിയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. സോ ഇതൊക്കെ ഈ ഒരു യുദ്ധം കാരണം പല ഫ്ലൈറ്റ്സിനും പല എയർപോർട്ട് ഓപ്പറേഷൻസിനും നല്ലോണം ബാധിച്ചിട്ടുണ്ട്. സോ അതിനനുബന്ധിച്ച് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം കിട്ടിയ ഇൻഫർമേഷൻസ് പ്രകാരം കഴിയുന്നതും 4 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്താൻ ശ്രമിക്കുക. കാരണം സെക്യൂരിറ്റി പ്രോസസ്സ് അത്രയും സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പഴയതുപോലെയല്ല, ഇപ്പം വിസിറ്റേഴ്സിനൊന്നും എയർപോർട്ടിലേക്ക് അലൗഡ് അല്ല. ജസ്റ്റ് പിക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യുക, നേരെ പോവുക, ആ ഓപ്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനനുബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാ എയർപോർട്ടും ക്ലോസ്ഡ് ആണ്. സോ നിങ്ങൾ ആദ്യം ടിക്കറ്റ് എടുത്ത് പോകാൻ പ്ലാൻ ചെയ്തവരൊക്കെ ആണെങ്കിൽ അതായത് എയർലൈനിൻ്റെ വെബ്സൈറ്റിലല്ല, അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ അത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ കോളായിട്ടോ എയർലൈന് അപ്ഡേറ്റ്സ് തരും. അങ്ങനെയാണ് നോർമലി എല്ലാ എയർലൈൻസും ചെയ്യുക. അപ്പം അത് നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് യാത്രകൾ ആണെങ്കിൽ പോവുക, അല്ലാത്തത് അടുത്തൊരു യുദ്ധത്തിൻ്റെ എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നറിയില്ല, അതിന് വരെ വെയിറ്റ് ചെയ്യാം. സോ ഈ എയർലൈൻ റിലേറ്റഡ് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് മോർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.